രാത്രി ഇവൾ എവിടെ പോകുന്നു? ഇതിന്റെ പുറകിൽ എന്തെങ്കിലും കഥകളുണ്ടോ? നമുക്കൊന്ന് പോയി നോക്കാം. വാ. എന്താ എന്തുണ്ടായി? 4-5 തെമ്മാടികൾ ചേർന്ന് എന്നെ പിടികൂടി. ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാ. ആരും ഈ ജോണിയുടെ മുമ്പിലേക്ക് വരാൻ ധൈര്യപ്പെടില്ല. ആട്ടെ, നീ ആരാ? ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിലുള്ളതാ. ഇവിടെ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ സാരിയും ബ്ലൗസും എല്ലാം കീറിപ്പോയല്ലോ. അതെ സർ, എല്ലാ ദ്രോഹികളും ചെയ്തതാ. ആദ്യം ആ മുറിയിൽ പോയി നടന്നെല്ലാം ഒന്ന് മാറിയിട്ട് വരും. ധൈര്യമായിട്ട് പോകൂ. സാർ ഇത്രയ്ക്ക് സ്നേഹമുള്ളവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്നെ കണ്ടപ്പോ എനിക്ക് വലിയ സഹതാപം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ സഹായമൊക്കെ ചെയ്തു തരുന്നത്. ഇതൊക്കെ ഓർമ്മയുണ്ടായിരുന്നാ മതി. തീർച്ചയായും സാറിനെ ഒരിക്കലും എനിക്ക് മറക്കാൻ ഒക്കില്ല. ഹലോ, ജോണി ഹിയർ. ആരെ? സെലീനയോ? അതെ, അവിടെ വന്നിരിക്കുന്നത് ആ കുതിരവണ്ടിക്കാരൻ രാമുണ്ണിയുടെ മകൾ റാണിയാണ്. അവളുടെ വാക്കുകൾ കേട്ട് മയങ്ങിപ്പോകരുത്, സൂക്ഷിക്കണം. ജോണിയെ അവൾ ചതിക്കും. എന്നെ ചതിച്ചിട്ട് അവളോട് നിന്ന് രക്ഷപ്പെടാനോ? സെലീന ധൈര്യമായിട്ടിരിക്കും. നീ ആന്തിലൂടെ വന്നെന്നും എനിക്കറിയാം. പാവപ്പെട്ട എന്റെ അച്ഛനെ ജയിലിൽ കയറ്റിയവനാണ് നീ. നിന്നോട് പകരം വീട്ടാതെ ഞാൻ അടങ്ങില്ല. നിനക്ക് എന്നോട് പകരം വീട്ടണമല്ലേ? ആദ്യം എനിക്ക് നിന്നുള്ള ദാഹം തീരട്ടെ, എന്നിട്ടാകാം പകരം വീട്ടത്. അമ്മാവാ, എന്റെ അച്ഛനെ ജയിലിൽ കെട്ടിച്ചത് ഇവനാണ്. ചേട്ടൻ കരയുന്നത് നീ കണ്ടോ? ഇല്ല. അലക്സിനെ കൊന്ന ആരാടാ? ഞാനാ. നീ കൊല ചെയ്തിട്ട് മറ്റൊരാൾ കൊന്നതായി നീ സാക്ഷി പറഞ്ഞു അല്ലേ? അതെന്നെ കൊണ്ട് പറയിച്ചത്. ആരാടാ പറയിച്ചത്? അത് പറയാം. നീ
റാണി, അവരോട് പകരം വീട്ടാൻ ഞങ്ങളില്ലേ? തക്ക സമയത്ത് ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിലോ? എനിക്ക് മരിക്കാൻ ഭയമില്ല അമ്മാവ. ചിറ്റപ്പനും ഈ അമ്മാവനും ജീവിച്ചിരിക്കുമ്പോൾ നീ മരിക്കുന്നതിനേക്കാൾ ഞങ്ങൾ മരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതുപോലെ നീ വീട് വിട്ട് ഇറങ്ങിപ്പോയാൽ ആ നിമിഷം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. അമ്മാവ, മക്കളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം പറയുന്നത്. ചേച്ചി, അച്ഛന്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്, എന്നെ കൊണ്ടുപോയില്ലല്ലോ. പിന്നെ പോവാമോളെ. വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ പോണോ. ചിറ്റപ്പ, ഈ ബീന് വലിയ വാശിക്കാരിയാ. ഇനി കൊണ്ടുപോയി അച്ഛൻ ഒന്ന് കാണിച്ചു കൊടുത്താലേ സമ്മതിക്കൂ. നിങ്ങളും കൂടെ വരൂ. പോകാം മോളെ. ഞങ്ങളോ? പോകാമടാ, ജയിലിലേക്കല്ലേ. കണ്ടിട്ട് കുറെ നാളായില്ലേ. മാത്രമല്ല, നമ്മൾ അളിവിനെ ജയിലിൽ പോയി നേരിട്ട് കണ്ടാലേ നമ്മളിവിടെ വന്നതിൽ അർത്ഥമുള്ളൂ. നിനക്ക് വിവരമുണ്ടോടാ? രാവണി ചേട്ടൻ നിനക്ക് അളിയനാ, പക്ഷെ എന്റെ കൂടെ പറപ്പ. സത്യം കണ്ടുപിടിച്ച് ചേട്ടനെ പുറത്തു കൊണ്ടുവരാനല്ലാതെ ജയിലിന്റെ കോമ്പൗണ്ടിനകത്ത് ഞാൻ കാലം ഒത്തൂല. എന്നാൽ ഞാനും പോകുന്നില്ല. റാണി, നിങ്ങൾക്ക് അച്ഛനെ പോയി കാണാൻ കണ്ടോളൂ. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയ കാര്യം ഇപ്പൊ പറയണ്ട. അളിയൻ ജയിലിലാണെന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞു എന്ന് അളിയൻ അറിഞ്ഞാൽ അളിയന്റെ മനസ്സ് ചങ്കുപൊട്ടി പോവും. മോൾ തനിച്ചാണ് പോകുന്നത്, സൂക്ഷിച്ചു പോകണം. കൊടയെടുത്തോ. ശരി അമ്മാവ.